ലാൽ സലാം രാവണപ്രഭു ഇന്ന് ട്രെൻഡിങ്ങിൽ നമ്പർ 1 ആണ്. നീണ്ട 24 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഈ ഒരു സിനിമ ഇന്ന് റിലീസിനെത്തുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അതിഗംഭീരമായ തിരക്ക് തന്നെയാണ് കാണാൻ കഴിയുന്നത്. മണിക്കൂറിൽ സിനിമയ്ക്ക് 1000-1500 ടിക്കറ്റുകൾ വിറ്റുപോകുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 16,000 കഴിഞ്ഞ് 20,000 ടിക്കറ്റിലേക്ക് എത്തിയിരുന്നു. ആ ഒരു പ്രതിഭാസം നമുക്ക് കാണണമെങ്കിൽ ഒരേ ഒരു പേർ മോഹൻലാൽ മാത്രമെന്നാണ്. ഇന്ന് നമുക്ക് കൊച്ചി, തിരുവനന്തപുരം 2 സ്ഥലങ്ങളിലെ പ്രധാനമായിട്ടുള്ള ആ ഒരു തിയേറ്റർ ലിസ്റ്റുകളും അവിടെ എങ്ങനെയാണ് പ്രകടനവുമെന്ന് നോക്കാം. എറണാകുളത്ത് നമുക്ക് ആദ്യം ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എറണാകുളത്തുള്ള ഒട്ടുമിക്ക തിയേറ്ററുകളിലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ്. എറണാകുളം കവിതയിൽ വൈകുന്നേരം 5:30, 8:45, 11:59 ഈ ടൈമുകളിലുള്ള ടിക്കറ്റുകളെല്ലാം തന്നെ സോൾഡ് ഔട്ടായിരിക്കുന്നു. ഫാൻ സിനിമാസ് ന്യൂക്ലിയസ് മാളിൽ അത് 10:30 അവിടെ അത്യാവശ്യം ടിക്കറ്റുകളുണ്ട്. സിനിപോളിസ് സെൻട്രൽ സ്ക്വയർ മാളിൽ 6:55-നും 10:15-നുമുണ്ട്. രണ്ടും ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവലിലാണ്. വനിതാ വിനീതയിലും സിനിമ ഹൗസ്ഫുള്ളായിരിക്കുന്നു. മാതാ മാധുര്യയിൽ ഹൗസ്ഫുൾ, ഷേണായിസിൽ ഓൾമോസ്റ്റ് ഫുൾ. അങ്ങനെ അങ്ങ് നീണ്ടു പോകുമ്പോൾ ഫോറം മാൾ കൊച്ചിയിൽ 2 ഷോ ഓൾമോസ്റ്റ് ഫുള്ളിലേക്ക് പോകുന്നു. അങ്കമാലി മഞ്ഞപ്ര തിയേറ്ററിലുണ്ട് 4 സ്റ്റാർ മൂവീസിൽ, അവിടെയും ഓൾമോസ്റ്റ് ഫുൾ. സെൻട്രൽ ടാക്കീസ് തൃപ്പൂണിത്തറ, അവിടെയും ഓൾമോസ്റ്റ് ഫുൾ. ലുലു, ഒബ്രോൺ മാൾ, പറവൂരിലുള്ള ഷറഫ് ലേസർ ആൻഡ് ഗ്രാൻഡ് 4K തിയേറ്റർ, ആശീർവാദ് സിനിപ്ലെക്സ് പെരുമ്പാവൂർ, അതേപോലെ തന്നെ നമുക്ക് ചേർത്തല KS സിനിമാസിൽ, അതേപോലെ വരാപ്പുഴ M സിനിമാസ്, ഇതെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുള്ള്. അതായത് നമുക്ക് ഒട്ടുമിക്ക ഷോകളും ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവലിൽ തന്നെയാണ് പോകുന്നത്. തിരുവനന്തപുരത്തും നമുക്ക് സമാനമായ രീതിയിൽ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ന്യൂ തിയേറ്ററിനകത്തിൽ 4 ഷോകളുണ്ട്. അതിനകത്തിൽ 2 ഷോകൾ ഓൾമോസ്റ്റ് ഫുള്ളാണ്. ആർടെക് സിനിമാസിൽ വൈകുന്നേരം 7 മണിയുടെ ഷോ ഓൾമോസ്റ്റ് ഫുൾ. ശ്രീ പത്മനാഭയിൽ 9:30 ഓൾമോസ്റ്റ് ഫുൾ. കൈരളി ശ്രീയിൽ, അതേപോലെ MT സിനിമാസ്, ഗ്രീൻഫീൽഡ് മൂവീസ്, അങ്ങനെ തുടങ്ങുന്ന സ്ഥലങ്ങളിലെല്ലാം PVR, കൃപ, ഇവിടെയെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് നിൽക്കുന്നു. അതായത് കൊച്ചി തന്നെയാണ് ഏറ്റവും കൂടുതൽ തിരക്കോടെ കാണുന്നത്, തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ. ഇന്ന് ഇതുവരെയുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലായിടത്തും ആഘോഷം തന്നെയായിരുന്നു. 308ഓളം ഷോകളാണ് സിനിമയുടേതായി ഇന്ന് ട്രാക്ക് തന്നെ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ 26,000-ന് മുകളിലുള്ള ആളുകളും ടിക്കറ്റ് എടുത്തതായി ട്രാക്കിങ്ങിലൂടെ വരുന്നു. അതായത് 30,000-30,000-ന് മുകളിലുള്ള ആളുകൾ ഒരു റീ റിലീസ് സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്ന ആദ്യ ദിനമെങ്കിൽ അതിനൊറ്റ പേര് മോഹൻലാൽ മാത്രമല്ല മോഹൻലാൽ ഫാൻസും. കാരണം ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഏത് നടനും വേണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആരാധകർക്ക് സിനിമ വിജയിപ്പിക്കാൻ കഴിയും. പക്ഷേ ഇത്രത്തെ ഒരുമയോടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിയേറ്ററിലോ അല്ലെങ്കിൽ 2 തിയേറ്ററിലല്ല, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മോഹൻലാൽ ഫാൻസ് എടുക്കുന്ന എഫേർട്ട് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്ര ഗംഭീരമായിട്ടുള്ളത്. അതെ, മോഹൻലാൽ പറഞ്ഞ പോലെ തന്നെ എനിക്കെൻ്റെ പിള്ളേരുണ്ടാ എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് പോകുന്നത്. ഈ ഒരു സിനിമയ്ക്ക് ഇന്നത്തെ ഒക്യുപ്പൻസി 33%-ഓളമാണ്. അത് തന്നെ ഗംഭീരം. നമുക്ക് പ്രീസെയിലൂടെ മാത്രം 36 ലക്ഷം കടന്ന സിനിമ 50 ലക്ഷവും കടന്നാണ് മുന്നോട്ട് പോകുന്നത്. എന്താണെങ്കിലും ഈ ഒരു സിനിമ ആരൊക്കെയാണ് തിയേറ്ററിൽ പോയി കാണുന്നത്, എന്തായാലും കട്ടയ്ക്ക് വാ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക്, ഷെയറും ഹൈപ്പും ഒക്കെ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സിനിമ കണ്ട അനുഭവങ്ങളുമൊക്കെ ആയിട്ട് നിങ്ങൾക്കൊന്ന് പറയാം. ആദ്യമായിട്ടാണോ കാണുന്നത്, അതല്ല TV യിൽ ആണോ ആദ്യം കണ്ടത്, അങ്ങനെയുള്ള കമൻസുകളൊക്കെ ഒന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ലാൽ സലാം.